മലയാള സിനിമയെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. മലയാള സിനിമ വലിയ ഒരു വിജയാരവത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ പുറത്തു വന്ന എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റുകൾ എന്ന് വെച്ചാൽ പ്രേമലു, ഭ്രമയുഗം, ഏറ്റവും അവസാനം പുറത്തു വന്ന മഞ്ഞുമൽ ബോയ്സ്, ഇതെല്ലാം വലിയ തോതിലുള്ള പ്രേക്ഷക സ്വീകാര്യത നേടുന്നു. എല്ലാവരും ഒരുപോലെ പടം ഗംഭീരമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ പടങ്ങളുടെ വരവ് മലയാള സിനിമയെ ഒരു പുതിയ ആവേശത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. സാമ്പത്തികമായ വലിയ വിജയങ്ങൾ നേടുന്നു. ഈ പടങ്ങളൊക്കെ ഒരു പടുകൂറ്റൻ ബജറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള പടങ്ങളല്ല എന്നുകൂടി എടുത്തു കാണേണ്ട കാര്യമാണ്. പരീക്ഷണ ചിത്രങ്ങൾ പോലും അതിനകത്തുണ്ട്. അവയെല്ലാം പക്ഷേ ഭയങ്കരമായിട്ടുള്ള പോപ്പുലർ ആവുന്നു എന്നതാണ് മലയാള സിനിമയെ സംബന്ധിച്ച് ഭയങ്കര ആവേശകരമായ ഒരു ഘട്ടത്തിൽ അത് നിൽക്കുന്നത് പറയാം. ദൗസവൻ എന്താണ് തോന്നുന്നത്? വളരെ വളരെ ലോ കോസ്റ്റ് പടങ്ങൾ, എന്താ പറയുന്നത്, പടങ്ങൾ, ഒപ്പം തന്നെ ഭയങ്കര പരീക്ഷണ സിനിമകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ വരുന്നു. ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് പോലുള്ള ഒരു 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 ബോയ്സിൻ്റെ ആവേശമുള്ള ഒരു സിനിമ വരുന്നു. അതിനെ എല്ലാം വമ്പൻ ഹിറ്റുകളാവുകയാണ് എന്ന് വെച്ചാൽ ഭയങ്കര പ്രചോദനം ഉണ്ടാക്കുന്ന ഒന്നാണ് സിനിമക്കാർക്ക്. അല്ല, നമ്മൾ ഈ ഫോറത്തിൽ നരേന്ദ്രമോദിയും ഇന്ത്യൻ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമാണല്ലോ മലയാളം സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സിനിമ വ്യവസായത്തിലുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ, അതിൽ മറ്റേ എന്താണ് നെഗറ്റീവ് റിവ്യൂ വരുന്നു, തിയേറ്റർ റിവ്യൂ വരുന്നു, അതൊക്കെ എന്നിട്ട് കുറേ വിവാദങ്ങൾ കഴിഞ്ഞ കുറച്ച് സമയത്തുണ്ടായില്ലേ. പിന്നെന്തായിരുന്നു ഡീഗ്രേഡിങ്, നെഗറ്റീവ് റിവ്യൂ, തിയേറ്റർ റിവ്യൂ, ഇങ്ങനെയൊക്കെയുള്ള പല എന്നിട്ട് സിനിമാക്കാർ, സംവിധായകർ, നിർമ്മാതാക്കളൊക്കെ വലിയ ബഹളം ഉണ്ടാക്കുന്നു, പരാതി പറയുന്നു. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല, അത് മനസ്സിലായില്ലേ. അപ്പോൾ എന്താണ് കാര്യം? നിങ്ങൾ നല്ല സിനിമ എടുത്താൽ ജനങ്ങൾ വന്ന് കാണും. 12 ദിവസം കൊണ്ട് 3 പടങ്ങൾ 100 കോടിയുടെ മേലെ കയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രിക്ക് നൽകുന്ന ആവേശവും ഉത്തേജനവും ഉണർവും ഭയങ്കരമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഏത് ഉണർവും അതിൻ്റെ ഒരു വിഹിതം ടെലിവിഷൻ ഇൻഡസ്ട്രിയിലും വരും. നമ്മളെ സംബന്ധിച്ചൊന്നും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒന്ന് ഭ്രമയുഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും സീനിയറായിട്ടുള്ള സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി അതിങ്ങനെ നിറഞ്ഞ സദസ്സിൽ കളിക്കുകയാണ്. ഒരു തിയേറ്റർ കോംപ്ലക്സിൻ്റെ ഒരു ഓഡിറ്റോറിയത്തിൽ ഭ്രമയുഗം, മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഇങ്ങനെ നിറഞ്ഞു കളിക്കുന്നു. ഇപ്പുറത്ത് നോക്കൂ, നെസ്ലിൻ്റെ ഇന്നലെ വന്ന പയ്യൻ പുതുമുഖ എന്നല്ലേ നമ്മൾ പറയാ. ഇവരുടെ സിനിമയിൽ എല്ലാവരും പുതുമുഖമാണ്. ഓരോ സിനിമയിലും ഒരാളൊരു പുതുമുഖമായിരിക്കും. അപ്പം നസ്ലിൻ വന്നിട്ട് അവിടെയും ആളെ കൂട്ടുന്നു. അപ്പുറത്ത് മമ്മൂട്ടി, ഇപ്പുറത്ത് നസ്ലിൻ. 2 തലമുറയാണ്, പക്ഷെ 2 ആളുകളെ ആകർഷിക്കുന്നു. അതിൻ്റെ ഇടയിൽ നടുവിൽ നിൽക്കുന്ന ടൊവിനോ, പുള്ളിയും മോശമാക്കുന്നില്ല, പുള്ളിയും ആളെ കൂട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ വേണമെന്ന് പോലുമില്ല, നിങ്ങൾക്ക് പരിണിത പ്രജ്ഞനായ ഒരു സംവിധായകൻ വേണമെന്ന് പോലുമില്ല. സിനിമ എന്നല്ല, എനി കൾച്ചറൽ പ്രോഡക്റ്റ് ആളുകളായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ടോ, വിജയിച്ചിരിക്കും. അപ്പോൾ ഇന്ന് ഒരു മലയാളം പത്രം ഇതിന് കൊടുത്ത ഒരു ഓൺലൈൻ കൊടുത്ത നൽകണം, ഒരു ഹിറ്റിന് വേണ്ടി കാത്തു നിന്ന മനുഷ്യർ ഒരു ടിക്കറ്റിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അത്. ഇപ്പോൾ പ്രേമലു എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം ജനറേഷൻ്റെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ വളരെ സാധാരണമായ അനുഭവങ്ങളുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ അതിലെന്താണ് ഒരു സന്ദേശം, അതിലെന്താണ് ഒരു രാഷ്ട്രീയം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നറിയും. പക്ഷേ ജനങ്ങളത് എൻഗേജ് ചെയ്യിക്കാൻ അതിന് സാധിക്കുന്നു. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പടം വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന പറയുകയാണ്, വിശ്വസിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പടം കാണാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്തൊരു പടം എൻ്റെ ഒരു നൊസ്റ്റാൾജി ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ തല്ലുമാല വന്നല്ലോ, വളരെ സക്സസ് ആയിട്ടുള്ളൊരു പടം. അത് ഒന്നിലധികമല്ല, 2ഉം 3ഉം പ്രാവശ്യമൊക്കെ കണ്ട പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോ തവണ കാണുമ്പോൾ ഓരോ കാരണങ്ങൾ. ആദ്യം ചുമ്മാ എല്ലാവരും പോകുന്നു, പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വളരെ സൈദ്ധാന്തികമായിട്ടുള്ള എന്തോ ഒരു ഇതാണ്, കൊള്ളാമല്ലോ, ആ ഒരു ആംഗിൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിൽ അങ്ങനെ പോകുന്ന ആളുകൾ. പിന്നെ ഇത് നോക്കൂ, പ്രേമലു അത് പുതിയ തലമുറയുടെ ഒരു പടമാണ് എന്നൊരു ഇത് വരികയാണ്. ഞാനത് കണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ ഔട്ടായി പോകുമോ എന്നൊരാൾക്ക് ഭയക്കാം. ഇങ്ങനെ സമൂഹത്തിലെ ക്രോസ് സെക്ഷൻസിന് ഓരോരോ കാരണങ്ങളുണ്ടാവുക. നിഷാദ് പറഞ്ഞില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നു. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു പടം വന്നു എന്ന് പറഞ്ഞാൽ അത് കണ്ടിരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. അങ്ങനെ സമൂഹത്തിലെ
ഓരോ സെഗ്മെൻറ്റിൽ ഓരോ ടാർഗറ്റ് ഗ്രൂപ്പിലെയും ആളുകൾക്ക് കാണുവാൻ കാരണങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇൻഡസ്ട്രി എവിടെയും പോകുന്നില്ല, തളരാൻ പോകുന്നില്ല. ഇപ്പം ടെലിവിഷൻ വന്നപ്പോൾ പത്രം ഇല്ലാണ്ടാവുമെന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ OTT വന്നപ്പോൾ തിയേറ്ററുകളിൽ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. നിങ്ങൾ ആളുകളെ എൻഗേജ് ചെയ്യാനുള്ള ക്രാഫ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. തിയേറ്ററുകൾ പൂരപ്പുറമ്പാവുക എന്നുള്ള 2000-കളിലെ ഈ പരസ്യവാചകത്തിൻ്റെ ഒരു അല്ലേ ശരിയായ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അജിംസ് എന്താ തോന്നുന്നു? ഞാൻ 2 സിനിമ കണ്ടു. ഒന്ന് പ്രേമലുവും കണ്ടു, അതുപോലെ ഭ്രമയുഗവും കണ്ടു. മഞ്ഞുമൽ ബോയ്സ് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ തിയേറ്ററിൽ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് അധികം തിയേറ്ററിൽ പോയി സിനിമ കാണാത്ത ഒരാളാണ്. ഒന്ന് കോവിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ കോവിഡ് കാലത്ത് മലയാള സിനിമയിലുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ OTTക്ക് വേണ്ടി കുറേ പരിപ്പോട സിനിമകൾ, അങ്ങനെയാണല്ലോ പറയാറ്, പരിപ്പോട സിനിമകൾ തട്ടിക്കൂട്ടി കുറേ ഇറങ്ങി. അപ്പോൾ അത് തിയേറ്ററിൽ പോയി ആളുകൾ കാണണമെന്ന് വാശി പിടിക്കുകയാണ്. അത്തരം സിനിമകൾ തിയേറ്ററിൽ പോയി, ഞാൻ പറയുന്നത് ആളുകൾക്ക് പൈസ ഇല്ലാത്തൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ കുറേ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. കായിൽ കാശില്ല, കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക മധ്യത്തിൽ ആൾ തിയേറ്ററിൽ പോയി സിനിമ കാണേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു. ഇപ്പോഴും അതേ പ്രേക്ഷകർ തന്നെയാണ്, അവർ തന്നെയാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. അപ്പോൾ എന്താണ് മാറ്റുന്നത് വെച്ചാൽ ഈ പരിപ്പോട സിനിമകളുടെ ആ കുത്തൊഴുക്ക് നിന്നു. അതായത് OTTക്ക് വേണ്ടി പടച്ചു കൂട്ടുന്ന സാധനങ്ങളുടെ കുത്തൊഴുക്ക് നിന്നു. ഇനി വരാൻ പോകുന്നത് നല്ല സിനിമകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തിയേറ്ററിൽ ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തി കാണിക്കുന്ന, ആളുകൾ വരുത്തുന്ന സിനിമകൾ ഇനി വരാൻ പോകുന്നു. കാരണം തിയേറ്ററുകളുടെ ഒരു നല്ല കാലം തിരിച്ചു വരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പരിപ്പോട സിനിമകൾ കുറേ അധികം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കോവിഡ് കഴിഞ്ഞതിനും ശേഷം കുറേയൊക്കെ അങ്ങ് ഇറങ്ങി തീർന്നു എന്നേ മനസ്സിലാക്കേണ്ടുള്ളൂ. പ്രേക്ഷകരുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന, പ്രേക്ഷകരെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരുപാട് സിനിമകൾ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് തർക്കമില്ലല്ലോ. അതായത് നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്ന് പോലും നമുക്ക് തോന്നുന്ന സിനിമകൾ കുറേ അധികം ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ അതിനിടയിലും ഈ OTTയിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് പോലും നല്ല സിനിമകൾ, ഇത് തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിരുന്ന സിനിമകൾ OTTയിൽ വന്നിട്ടുണ്ട് അല്ലേ? അത്തരം സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ മിന്നൽ മുരളിയൊക്കെ മുന്നൽ മുരളി ഉദാഹരണമാണ്. ഇപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ഇതിനു മുമ്പ് ചെയ്ത ജാനേമൻ നല്ലൊരു സിനിമയായിരുന്നു. അത് തിയേറ്ററിൽ കാണാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്. അത് തിയേറ്ററിലുണ്ടായിരുന്നു ജാനേമൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രവാഹം കഴിഞ്ഞു, പരിപ്പോട സിനിമകളുടെ പ്രവാഹം കഴിഞ്ഞു. ഇനി ആളുകൾ തിയേറ്ററിൽ പോയി തന്നെ കാണും. ആളുകൾ എന്തിനാ സിനിമ ആണെന്ന് വെച്ചപ്പോൾ ദാവസായി പറഞ്ഞില്ല, അതിൻ്റെ സിദ്ധാന്തം നോക്കാനൊന്നും അല്ല ആൾക്കാർ സിനിമ കാണുന്നത്. സാധാരണ പ്രേക്ഷകർ സിദ്ധാന്തം നോക്കാനൊന്നുമല്ല, സിനിമ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും പിന്നെ ബുദ്ധിജീവികളും സിദ്ധാന്തവും രാഷ്ട്രീയവും നോക്കും. നമ്മൾ സിനിമ കാണുന്നത് എന്തിനാണ്? എൻ്റർടൈൻമെൻ്റ് ആണ്. അത് ഭ്രമയുഗം നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, പ്രേമലും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ ഏത് ജോണർ സിനിമയാണ് നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നത് നമ്മൾ ഇന്ന് കാണുക. അല്ലാതെ എന്താണ് നോ പ്ലാൻ ടു കോംപ്രമൈസ്, ഞാൻ ഇതേ ചെയ്യൂ, നിങ്ങൾ വന്നിരുന്ന സിനിമ കണ്ട് വിജയിപ്പിക്കണം എന്നൊക്കെ പറയാൻ ആ കാലം കഴിഞ്ഞു. അതൊന്നും ആരും അങ്ങനെ വണ്ടിക്കാശും ടിക്കറ്റ് കാശും പോപ്കോണിൻ്റെ കാശും ചിലവില്ല, അതിനുള്ള പൈസ ഇല്ല. നമ്മൾ പോകുന്ന എൻ്റർടൈൻ ചെയ്യണം, അതിന് പോവും. അത് ഇനിയും ആളുകൾ പൈസ ഉണ്ടാക്കി പോകും എന്നുള്ളതിന് തെളിവാണ് ഈ ഒറ്റ മാസം 3-4 സിനിമകളൊക്കെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ. അത് അപൂർവതയാണ്. അത് ഈ അപൂർവത ഇനി തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യശ്വന്ത് കോക്കിനെ ചീത്ത പറഞ്ഞവർ തിരിച്ചു വരട്ടെ. അപ്പോൾ മലയാള സിനിമയുടെ വിജയസഞ്ചാരം തുടരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി നാളെ. നമസ്കാരം.